പക്ഷേ ത്രിപുരയിലെയും ബംഗാളിലെയും ആയിരക്കണക്കിന് ഓഫീസുകൾ BJP ഓഫീസുകളായി മാറിയത് നമ്മൾ കണ്ടതാണ്. ബംഗാളിലും ത്രിപുരയിലും CPM-ന്റെ ഭാഗമായി ഇരുന്നവർ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയിട്ടുണ്ട്. പാർട്ടി ഓഫീസ് തൃണമൂല് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. RSS പിടിച്ചുപോയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഞങ്ങളുടെ സഖാക്കളെ കൊന്നിട്ടുണ്ട്. അതും നിങ്ങളുടെ നേതാക്കന്മാർ തലയിൽ തുണിയിട്ട് RSS-ന്റെ പണം വാങ്ങിച്ച് മുങ്ങുന്നതും രണ്ടും രണ്ടാണ്. കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ, ഉത്തർപ്രദേശിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി ജഗദാംബിക പാൽ, ഉത്തരാഖണ്ഡിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ, പഞ്ചാബിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി അമർദർ സിംഗ്, ഒഡീഷയിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി ഗിരിധർ ഗോമന്ത്, അതുപോലെ 3 തവണ UP മുഖ്യമന്ത്രിയായ ND തിവാരി, ഗോവയിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി ദിബഗ്നർ കാമത്ത്, അതുപോലെ അരുണാചൽ പ്രദേശിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി പേമ ഖണ്ഡു, അതുപോലെ മഹാരാഷ്ട്രയിലെ നിങ്ങളുടെ മുഖ്യമന്ത്രി നാരായണ റാണെ, ആന്ധ്രാപ്രദേശിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ നിങ്ങളുടെ മറ്റൊരു മുഖ്യമന്ത്രി അശോക് ചവാൻ, അതുപോലെ ഇപ്പോ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന കമൽനാഥ് വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ BJP-യുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ത്രിപുരയിലെ മുഖ്യമന്ത്രി മണി സാഗ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആസാമിലെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ നിങ്ങളുടെ നേതാവായിരുന്നു. മണിപ്പൂരിലെ നിങ്ങളുടെ BJP-യുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി N ബീരൻ സിംഗ് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു. അരുണാചൽ പ്രദേശിലെ പ്രേമ ഖണ്ഡു, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജ്യോതി ആദിത്യ സിന്ധ്യ, റാവു ഇന്ദ്രജിത്ത് സിംഗ്, നാരായണ റാണെ, എത്രയോ നേതാക്കന്മാർ ഇന്ന് ഇന്ത്യയുടെ പാർലമെന്റിലുള്ള BJP-യുടെ MP-മാരിൽ 3-2 പേരും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇവരെല്ലാം പണാധിപത്യത്തിന് കീഴടങ്ങിയവരാണ്. ഭൂരിഭാഗവും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിന് പോലും തലവെച്ചു കൊടുത്തവരാണ്. പലരും അധികാരം തേടി പോയവരാണ്. അതും തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി രാഷ്ട്രീയം വിട്ടു അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശരിയായി വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഗൗരവമായിട്ടുള്ള വിഷയം. ഇനിയും നിങ്ങൾക്ക് തിരുത്താം. നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. ഒത്തൊരുമിച്ച് നിൽക്കണം. 29 കക്ഷികൾ ഇപ്പുറത്തുണ്ടായിരുന്നു. ജനതാദൾ യുണൈറ്റഡ് മാത്രമേ പോയിട്ടുള്ളൂ. RLD മാത്രമേ പോയിട്ടുള്ളൂ. 27 കക്ഷികൾ ഇപ്പോഴും ഉണ്ട്. യോജിച്ചു നിന്നാൽ നമ്മളോട് യോജിക്കാൻ തയ്യാറായ നിരവധി കക്ഷികൾ പുറത്തുണ്ട്. ഒറ്റ മനസ്സായി നിന്നാൽ രാജ്യത്തെ വിറ്റഴിക്കാനുള്ള വിധ്വംസ ശക്തികളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്തുക. ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇപ്പൊ നിങ്ങളെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. എന്തിയെ ലീഗ് നിങ്ങളുടെ 2 MP-മാരെ പരസ്പരം മാറ്റിയേ? എന്താണ് 2 പൊന്നാനിയും മലപ്പുറവും MP-മാരെ മാറ്റാൻ കാരണം? സ്ഥാനാർത്ഥികളെ സ്വന്തം MP-ക്ക് ആ മണ്ഡലത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റില്ല. അത് തന്നെയാണ് പല കോൺഗ്രസ് MP-മാരുടെ സ്ഥിതി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണത്തിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആ നേതാവിനെതിരെ സമൻസ് വരും, ചോദ്യം ചെയ്യലുണ്ടാവും. കേന്ദ്ര അന്വേഷണ ഏജൻസി എന്തുകൊണ്ട് കേരളത്തിന്റെ ക്ലിഫ് ഹൗസിന്റെ 7 അയൽവക്കത്ത് എത്തിയില്ല? ഈ ആരോപണം ഒരു കൊച്ചു കുട്ടി പോലും വിശ്വസിക്കില്ല. കാരണം ഈ വിജയദശമി നാളിൽ നാഗപ്പൂര് വെച്ചിട്ട് നമ്മുടെ മോഹൻ ഭഗവത് ഒരു പ്രസംഗം നടത്തി. ആ മോഹൻ ഭഗവത് ഏറ്റവും അവസാനം വിജയദശമി നാളിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്, ഈ ഇന്ത്യയിലെ ബാലൻസ് ഉള്ള കമ്മ്യൂണിസ്റ്റുകാരെയും കൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ RSS വിഭാവനം ചെയ്യുന്ന ഒരു രാജ്യം സൃഷ്ടിക്കാൻ കഴിയുമെന്ന. അധികം നാളായില്ല ആ പ്രസംഗം നടത്തിയിട്ട്. ആഭ്യന്തര ശത്രുക്കളെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. 1ാമത്തെ ആഭ്യന്തര ശത്രു ഇസ്ലാം, 2ാമത്തെ ക്രിസ്ത്യൻ, 3ാമത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അതുപോലെ പിണറായി വിജയന്റെ തലയ്ക്ക് കോടികൾ ഇനാം പ്രഖ്യാപിച്ചു. RSS തന്നെയാണ് പ്രഖ്യാപിച്ചത്. ഏതെങ്കിലും കോൺഗ്രസുകാരന്റെ തലയ്ക്ക് ഒരു കട്ടൻ ചായയുടെ വിലയെങ്കിലും ഏതെങ്കിലും RSSകാരോ BJP-കാരോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇവിടെ RSS CPM-നെ പരസ്യമായി വേട്ടയാടുന്നത് കേരളത്തിലും ത്രിപുരയിലും ബംഗാളിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെളിവിന്റെ കണിക ഏതെങ്കിലും ഒരു CPM നേതാവിനെതിരെ ഉണ്ടെങ്കിൽ ഈ BJP-യും RSS-ഉം കൈ കെട്ടി നോക്കി നിൽക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം എത്രയോ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായി. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഖുറാന്റെ ഉള്ളിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, NIA, CBI, കസ്റ്റംസ് ഇവരെല്ലാം 2019-20 മുതൽ അന്വേഷണം ആരംഭിച്ചില്ലേ? എന്തിയെ അവർ അന്വേഷണം നടത്തി കുറ്റപത്രം കൊണ്ടേ കൊടുത്തല്ലോ ജില്ലാ കോടതിയിൽ. എന്നിട്ട് ഏതെങ്കിലും കുറ്റപത്രത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ? ഒരു തെളിവും ഈ ഗവൺമെന്റിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു എന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റായിട്ട് നിങ്ങൾ കാണണ്ട. അന്വേഷണം നടത്തിക്കോട്ടെ, തെളിവുകൾ ശേഖരിച്ചോട്ടെ. പക്ഷേ പ്രതിക്കെതിരെ അല്ലെങ്കിൽ എതിർകക്ഷിക്കെതിരെ നീങ്ങാൻ എന്തെങ്കിലും വസ്തുതാപരമായി കണ്ടെത്തിയോ എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം. അബിൻ വർക്കിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. പരമോന്നത സുപ്രീം കോടതി ചോദിച്ചു, ലാവ്ലിൻ കേസിന്റെ ഫയൽ എടുത്തു വെച്ചിട്ടാ ചോദിച്ചേ. തെളിവിന്റെ ഒരു കണികയെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ വാദം കേൾക്കാം, അല്ലെങ്കിൽ മാറ്റിവെക്കുമെന്ന് പറഞ്ഞു. 39 തവണ ആ കേസ് മാറ്റിവെച്ചതേ CBI ആണ്. പിണറായിയുടെ അഭിഭാഷകൻ ഒരു തവണ പോലും അഡ്ജമെന്റ് ചോദിച്ചില്ല. 39 തവണ CBI മാറ്റിക്കൊണ്ടുപോയി. തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് ബോധ്യപ്പെട്ടു. അത് തന്നെയാണ് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഓരോ സാഹചര്യവും നുണപ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് CPM-നെ തകർക്കാൻ, CPM-ന്റെ നേതാക്കന്മാർക്കെതിരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ, കുടുംബാംഗങ്ങളെ ആക്രമിക്കാൻ വീണ്ടും ശ്രമം നടത്തി മുന്നോട്ട് പോകുമ്പോൾ തെളിവിന്റെ ഒരു കണികയും കണ്ടെത്താൻ കഴിയാത്തതിന് നിങ്ങൾ ഇത്ര ബഹളി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇപ്പോഴും ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നു. നിങ്ങൾ ആക്രമിച്ചോ? VS സുനിൽകുമാർ പറയുകയായിരുന്നു, ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള മത്സരമാണെങ്കിലും BJP-യെ എതിർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രധാനപ്പെട്ട അജണ്ട എങ്കിലും സംസ്ഥാനത്ത് നടക്കുന്ന മത്സരം കോൺഗ്രസും CPM-ഉമായുള്ളതാണോ അതോ BJP തന്നെയാണോ നിങ്ങളുടെ എതിർ നിൽക്കുന്നവർ? കേരളത്തിന്റെ ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ സാഹചര്യം നമുക്കറിയാലോ. 1982 മുതൽ കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമാണ്.
LDFും UDFും ശക്തമായിട്ടുള്ള മുന്നണി തന്നെയാണ് കേരളത്തിലുള്ളത്. BJP പല മണ്ഡലങ്ങളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15% വോട്ട്, ഏകദേശം 14.75% വോട്ട് BJP നേടിയിരുന്നു. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ 3-3.5% വോട്ട് അവർക്ക് കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് വലിയ ചലനമൊന്നും എത്ര തവണ പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചാലും, എത്ര ഭാരത് അരി കൊണ്ടുവന്ന് വിതരണം ചെയ്താലും, അതുപോലെ തന്നെ കേരളത്തിലെ ജനാധിപത്യ ഗവൺമെന്റിനെ തകർക്കാൻ എത്ര ഗൂഢാലോചന നടത്തിയാലും, എത്ര നുണപ്രചരണം നടത്തിയാലും BJPക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിൽ ഏതായാലും പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും തന്നെയാണ്. CPM-നെ LDF-നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ആദ്യം മുന്നണി ചർച്ച പൂർത്തീകരിച്ചു. മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം വിശ്വാസത്തിലെടുത്ത് സീറ്റിന്റെ ഘടന പ്രഖ്യാപിച്ചു. അതിനുശേഷം ഏറ്റവും ആദ്യം കോട്ടയം മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയെ മാണി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് CPI സ്ഥാനാർത്ഥി 4 സ്ഥാനാർത്ഥിമാരെ CPIയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി പ്രഖ്യാപിച്ചു. അതിനുശേഷം CPM ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒരു 1.5 ആഴ്ച മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ പുറത്തു വന്നതാണ്. ഇന്നൊക്കെ ആളുകളായിരിക്കും എന്ന രൂപത്തിൽ. അത് കർഷക മുന്നണിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ ആ പാനലിലുണ്ട്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്നവരുണ്ട്. മഹിളാ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയിലെ നേതാക്കന്മാരുണ്ട്. യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. അതുപോലെ മുൻ MP-മാരായി ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചവരുണ്ട്. മുൻ മന്ത്രിമാരായി തിളങ്ങുന്ന പ്രവർത്തനം സംഘടിപ്പിച്ചവരുണ്ട്. നിലവിലെ മന്ത്രിയുണ്ട്. അല്ല, അതില് അബിൻ പറഞ്ഞ ആ വാചകം ഒരർത്ഥമില്ല. നിങ്ങളൊക്കെ മത്സരിപ്പിക്കുന്നത് വെറും സ്ഥാനാർത്ഥികളെയാണ്, ഞങ്ങൾ MP-മാരെയാണ് മത്സരിപ്പിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് വന്നാൽ സ്ഥാനാർത്ഥികളെ തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. എല്ലാവരും ജയിക്കാനായിട്ട് മത്സരിക്കുമ്പോഴും MP-മാരായി മത്സരിക്കുന്ന ആരുമൊന്നുമില്ല. പിന്നെ ആർഭാടത്തിന് പറയാം, അത് ആങ്കർ ഏറ്റുപിടിക്കേണ്ട. വലിയ പ്രതിസന്ധിയിൽ തന്നെ UDF മുന്നോട്ട് പോവുകയാണ്. ഒറ്റ കാര്യം, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമെല്ലാം കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി വച്ചപ്പോൾ ആ കുടുംബം കൂടിയിരുന്ന് വട്ടമേശയായിട്ടിരുന്ന് തീരുമാനിച്ചാൽ മതി. ആ ഒരു സാഹചര്യത്തിൽ ആദ്യം ഞങ്ങൾ പ്രഖ്യാപിച്ചു, അത് ഞങ്ങൾക്ക് വലിയ നേട്ടമായി എന്നെല്ലാം വലിയ ഗീർവാണം വിട്ടുകൊണ്ടിരുന്നവർ ഇപ്പോൾ പോലും മുന്നണി ചർച്ച പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ വലിയ സംഘർഷ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നു. പരസ്പരം അടുത്തിരുന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ UDF അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പുതുതായിട്ട് ആരെയും അവർക്ക് മത്സരിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നിലവിലുള്ള MP-മാരെന്ന് പറഞ്ഞാൽ അവരിലും പലർക്കും മത്സരിക്കാൻ താല്പര്യമില്ലാതെ അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് വലിയ സംഘർഷ സാധ്യതയിലേക്ക് പോകുന്നു. കാരണം അവരുടെ ഇപ്പൊ നടക്കുന്ന സമരാഗ്നിയൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞ് വീണ്ടും അഗ്നി ആളിക്കത്തും. ആ ഒരു പ്രതിസന്ധി ഘട്ടം കേരളം കാണാൻ പോകുന്നതുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ബഹുദൂരം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി ഞങ്ങൾ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് നിങ്ങളൊരു വലിയ ആയുധമായി അല്ലെങ്കിൽ ഒരു വലിയ പ്രചാരണ വിഷയമായി തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയാണ് എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ദാക്ഷിണ്യത്തിലാണ്, കേന്ദ്ര സർക്കാരിന്റെ കരുതലിനുള്ളിലാണ് കേരളത്തിലെ ഭരണവും മുഖ്യമന്ത്രിയും ഒക്കെ നിലനിന്നു പോകുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മറുപടി. കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിട്ട് CPM-ഓ LDF-ഓ ഉപയോഗിച്ചിട്ടില്ല. അത് പറഞ്ഞതാരാ? BJP-യുടെ പ്രതിനിധിയാണ്. BJP-യുടെ പ്രതിനിധി അത് പറയും. കാരണം ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴ്പ്പെടുത്തിയാണ് കഴിഞ്ഞ 9.5 വർഷമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞാൽ അവസാനത്തെ ലാപ്പ് വരെ ഞാൻ അംഗീകരിക്കുകയാണ്. കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഇത്രയധികം ദുരുപയോഗം ചെയ്ത ഒരു ഗവൺമെന്റ് ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. ഈ രാജ്യത്ത് ED രജിസ്റ്റർ ചെയ്ത അവസാനത്തെ 121 കേസ് നേതാക്കന്മാർക്കെതിരായിട്ടുള്ള കേസ്, ആ 121 കേസിൽ 116 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ്. അതായത് 96% പ്രതിപക്ഷ നേതാക്കന്മാരാണ്. കഴിഞ്ഞ 8-9 വർഷം ED എടുത്ത കേസ് 5422 കേസുകൾ. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും 23 കേസാണ്. അതായത് ശിക്ഷാ നിരക്ക് 0.54%. 100 കേസെടുത്താൽ അതിൽ ഒരു കേസ് പോലും ശിക്ഷിപ്പിക്കാൻ കഴിയാത്ത ഈ രാജ്യത്തെ ഏറ്റവും വിശ്വാസമില്ലാത്ത ഏജൻസിയായി ED തരം താണിരിക്കുന്നു. അതും പോട്ടെ, കള്ളപ്പണം എന്ന രൂപത്തിൽ ഇവർ കണ്ടെത്തി എന്ന് പറഞ്ഞ് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ വാർത്ത വായിക്കാറുണ്ട്. ഈ രാജ്യത്ത് ED കണ്ടെത്തിയ കള്ളപ്പണത്തിൽ അത് കള്ളപ്പണമാണ് എന്ന് തെളിയിക്കാൻ 1% തുക പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത ഏറ്റവും വിശ്വാസയോഗ്യതയില്ലാത്ത ലോകത്തിലെ തന്നെ ഈ ഏജൻസിയായി ED തരം താണിരിക്കുകയാണ്. ആ ED-യാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 8ാമത് സമൻസ് ആണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. തോമസ് ഐസക്കിന് കൊടുത്തു 5-6 സമൻസ്. ഓരോ സംസ്ഥാനത്തും കയറി ഇറങ്ങി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു. NCP-യെ പിളർത്തി, ശിവസേനയെ പിളർത്തി, നാരായണ റാണെ, അതുപോലെ ഹേമന്ത വിശ്വ ശർമ്മ എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസ് ഇതെല്ലാം പറഞ്ഞു. അവസാനം പറയുകയാണ് കേരളത്തിൽ കണ്ടോ, കേരളത്തിലും ED. പക്ഷേ ഇവിടെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധത്തിലാണ്. നിലപാടെടുത്ത നിലപാടായിരിക്കണം.
വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ഒരു നിലപാടും വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറത്തും മറ്റൊരു നിലപാടുമല്ല വേണ്ടത്. ഞങ്ങൾ പറയുന്നു, ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്നത് ആസാമിലായാലും മഹാരാഷ്ട്രയിലായാലും കർണാടകയിലായാലും കേരളത്തിലായാലും അത് ഒരേപോലെ ഞങ്ങൾ കാണുന്നത്. നിങ്ങളുടെ നേതാക്കന്മാരെ അടർത്തിയെടുക്കുമ്പോൾ വലിയ തരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ദുരുപയോഗം ചെയ്യുന്നതും വലിയ തരത്തിൽ പണം ഉപയോഗിക്കുന്നതും ഞങ്ങൾ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. കാരണം ഇലക്ട്രിക് ബോണ്ടിലൂടെ 6577 കോടി രൂപ മേടിച്ച് പോക്കറ്റിലിട്ട് BJPയുടെ നേതാവിന്റെ കയ്യിൽ. അതുകൊണ്ട് അവർക്ക് അത് എടുത്ത് കൃത്യമായിട്ട് വിനിയോഗിക്കാം. 2-3 കോടി അല്ലെങ്കിൽ 10-20 കോടി ഒരു MLA-ക്ക് കൊടുത്താലും 6577 കോടി രൂപ അവരുടെ കയ്യിലിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ BJP നടത്തുന്ന ഈ അധാർമികമായിട്ടുള്ള രാഷ്ട്രീയത്തെ, പ്രതിപക്ഷത്തെയും ജനാധിപത്യത്തെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയത്തെ ഒത്തൊരുമയോടെ നേരിടാൻ വേണ്ടിയിട്ടാണ് 29 കക്ഷികൾ ഒത്തൊരുമയോടെ ഒരു മനസ്സോടെ യോജിച്ചത്. 1-2 കക്ഷികളെ BJP വീണ്ടും അടർത്തിയെടുത്തു പോയി. അതിനുവേണ്ടി പരമോന്നത ബഹുമതിയായ ഭാരത് രത്നത്തെ വരെ ദുരുപയോഗം ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായി ഇന്ത്യ മുന്നണി കൂടുതൽ ഐക്യത്തോടെ സീറ്റ് ഷെയറിംഗ് ചർച്ചയൊക്കെയായി മുന്നോട്ട് പോവുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ സൗഹൃദ മത്സരം എന്ന രൂപത്തിൽ മത്സരിക്കേണ്ടി വരും, ചില സംസ്ഥാനങ്ങളിൽ കൂട്ടി യോജിപ്പോടെ മത്സരിക്കും. അതൊരു പൊതുധാരണയുടെ ഭാഗമായി മാറുക. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കാര്യം പറയുമ്പോൾ, അതുപോലെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന സാഹചര്യം വരുമ്പോൾ, ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുമ്പോൾ കേരളത്തിൽ മാത്രം വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇപ്പൊ എന്തേ ഇത്രയധികം ആരോപണം ഈ ഗവൺമെന്റിനെതിരെ, സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുമ്പോൾ 5 സീറ്റ് ഉണ്ടായിരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 10 മാറി, UDF-ന്റെ പകുതിയായി മാറി, BJPയുടെ എണ്ണം കുറഞ്ഞു. എന്തിയെ ജനങ്ങൾ കൂടുതൽ അംഗീകാരത്തോടെ ഇരട്ടിയായി LDF-ന്റെ സീറ്റ് മാറ്റിയത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാനദണ്ഡമൊന്നുമല്ല. പക്ഷേ ഈ പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിലും ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നത്, ജനങ്ങളോട് യഥാർത്ഥ രാഷ്ട്രീയം പറയുന്നു, സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നു, കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവഗണന ഞങ്ങൾ പറയുന്നു, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയ ഞങ്ങൾ പറയുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസ് തിരിച്ചറിയേണ്ടത് അവരുടെ കൂടെയുള്ളവരെ ഉറപ്പിച്ചു നിർത്തണം. ഏത് സ്വാധീനത്തിൽ വഴങ്ങിയാണ് അവർ പോകാൻ സാധ്യത എന്ന് അവർക്കൊരു അസസ്മെന്റ് വേണമല്ലോ. ഇപ്പൊ തമിഴ്നാട്ടിലെ വനിതാ MLA, അവരുടെ ഏറ്റവും പ്രതിപക്ഷ ഉപകക്ഷി നേതാവാണ് S. വിജയധരണി. എന്താണ് പോകാൻ കാരണം? ആർക്കറിയാം? മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ പോയി. എന്താണ് കാരണം? അവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റ് ബസവരാജ് പാട്ടീൽ പോയി. എന്താ കാരണം എന്നറിയില്ലല്ലോ. ആസാമിലെ വർക്കിംഗ് പ്രസിഡന്റ് കോൺഗ്രസിന്റെ റാണ ഗോസ്വാമി പോയി. അരുണാചൽ പ്രദേശ് 40 MLA കോൺഗ്രസിനുണ്ട്, 24 MLA BJPക്ക്. എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പോയാലും തുല്യം വരൂലല്ലോ വോട്ട്. തുല്യം വരുന്നു എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പണമെറിഞ്ഞ ആളുകളെ മാറ്റി, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉപയോഗിച്ചുകൊണ്ട് വശംവദരാക്കി. എന്തുമായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ കോൺഗ്രസ് ആകുവാൻ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവരെ ഒരുമിച്ച് നിർത്താനുള്ള ശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. ആ ഘട്ടത്തിൽ ആവശ്യം വരുമ്പോൾ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, തോമസ് ഐസക്കിന് 6 തവണ സമൻസ് അയച്ചു ED. ഹൈക്കോടതി തന്നെ ചോദിച്ചു എന്താണ് കാരണം സമൻസ് അയക്കാൻ. അന്നേരം ഹൈക്കോടതിയിൽ ED പറഞ്ഞത്, ഞങ്ങൾക്ക് 1 മാസം സമയം വേണം, എന്തിനാണ് സമൻസ് അയച്ചതെന്ന് പറയാൻ. 1 മാസം കൊടുത്തു. പിന്നെ 3 മാസം സമയം ചോദിച്ചു, പിന്നെ 6 മാസം ചോദിച്ചു, 1 കൊല്ലം ചോദിച്ചു. അവസാനം എന്തിനാണ് സമൻസ് അയച്ചതെന്ന് പറയാൻ പോലും EDക്ക് പറ്റാതെ വന്നപ്പോ ആ സമൻസ് റദ്ദാക്കി. അത് കഴിഞ്ഞ കേസ് പ്രൊസീഡിംഗ്സ് തീർന്നു. വീണ്ടും ഇപ്പോൾ സമൻസ് അയച്ചു, തോമസ് ഐസക് ചോദ്യം ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ സാഹചര്യം വരുമ്പോൾ എന്തിയെ കോൺഗ്രസ് പ്രതികരിക്കാത്തത്? ഞങ്ങൾ ഈ രാജ്യത്ത് മൊത്തത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ, അതുപോലെ തന്നെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്നതിനെതിരെ, രാജ്യത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാട് തകർക്കുന്നതിനെതിരെ ഒറ്റ മുദ്രാവാക്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ എടുക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ കോൺഗ്രസ് ആയി മാറാൻ, പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ മുന്നണികളുടെ ഐക്യനിരയെ കെട്ടുറപ്പോടെ നേരിടാൻ, അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാൻ തയ്യാറാകേണ്ട സമയത്താണ്. അതുകൊണ്ട് ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഈ രാജ്യം നിലനിൽക്കണമോ എന്ന ഗൗരവമായിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യയുടെ ഭരണഘടന അസ്ഥിരപ്പെടണമോ അതോ ഈ രാജ്യമായി നിലനിൽക്കണമോ എന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി പറയണം. ഒറ്റ കാര്യം കൂടി, ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ 2 അക്കം എന്ന്. അത് ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. ഈ കേരളത്തിൽ നിന്ന് 20 MP-മാരുണ്ട്, 2 അക്കമാണ്. 20 MP-മാരാണ് ഉള്ളത് എന്ന് പറഞ്ഞതായിരിക്കും. അല്ലാതെ കേരളത്തിൽ നിന്ന് ഒരു 2 അക്കം BJPക്ക് കിട്ടുമെന്ന് അത്ര പറയാൻ പറ്റിയ എത്ര മികച്ച വിദ്യാർത്ഥിയാണെന്ന് വിശേഷിപ്പിച്ചാലും നടക്കില്ല. ഇവിടെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. BJPയും സംഘപരിവാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ഈ രാജ്യത്ത് എന്ന് ബോധ്യമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, ജനാധിപത്യ കാഴ്ചപ്പാടും ബോധ്യമുള്ള ജനതയാണ് കേരളത്തിൽ എന്നതുകൊണ്ട് വെറുതെ പനിക്കേണ്ട BJP എന്നതാണ് പറയാനുള്ളത്.